ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ഡോക്ടർ ശാലിനിക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ശാലിനി അകത്തേക്ക് വരികയാണ്. പ്രീതി, നിന്റെ മടിയിൽ കുഞ്ഞിനെ കുറച്ചുനേരം ഇരുത്തട്ടെ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശരിയെന്ന് പ്രീതിയും പറയുന്നു. അങ്ങനെ ശാലിനി കുഞ്ഞിനെ അർജുൻ്റെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, ഇവള് ആകെ നാറ്റിച്ചല്ലോ. ഉണ്ണിമുദ്രം പുണ്യാഹം എന്നല്ലേ എന്ന് തിരുമേനി പറയുമ്പോൾ അതൊന്നും വേണ്ട ശാലിനി, നീ മോളെ ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് വരാൻ സത്യഭാമ പറയുന്നു. അങ്ങനെ ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. അതേസമയം ഇവിടെ ഇരുന്ന കാറ്റ് കിട്ടില്ല, കുറച്ച് പുറകയിലേക്ക് വീൽ ചെയർ നീക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു പ്രീതിയെ കുറച്ച് പിന്നിലേക്ക് നീക്കുകയാണ്. അതേസമയം മാറി നിന്ന് സുസ്മിതയെ പിടിച്ച് പ്രീതിയുടെ മുന്നിലേക്ക് നിർത്തുകയാണ് വസുമതി. നീയെ എപ്പോഴും പ്രീതിയുടെ മുന്നിൽ തന്നെ വേണം, എങ്കിലേ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. അപ്പോഴാണ് വിഷ്ണു മുകളിലേക്ക് നോക്കുന്നത്. കുഞ്ഞ് മുകളിൽ നിന്നും ഒറ്റയ്ക്ക് താഴേക്ക് നോക്കുന്നത് വിഷ്ണു കാണുകയാണ്. പ്രീതി അങ്ങോട്ട് നോക്കിയെന്ന് പറയുമ്പോൾ പ്രീതി മേളിലേക്ക് നോക്കി ഞെട്ടലോടെ നിൽക്കുകയാണ്. അമ്മേ, എന്റെ കുഞ്ഞ് അർജുനേട്ടാ എന്ന് വിളിച്ച് പ്രീതി പാർക്കുട്ടിയെ നോക്കി കരയുകയാണ്. ഈ കാഴ്ച കണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ശാലിനി, ശാലിനി എവിടെ, എന്റെ മോളെന്നൊക്കെ അർജുനും പറയുന്നുണ്ട്. തുടർന്ന് പ്രീതി തന്റെ കൈയും കാലുകളുമൊക്കെ അനക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പ്രീതി എഴുന്നേറ്റ് നിൽക്കുകയാണ്. പെട്ടെന്ന് അർജുൻ മുകളിലേക്ക് പോകുന്നു. അതേസമയം ശാലിനി കുഞ്ഞിനെ എടുക്കുകയാണ്. ശാലിനി, ഒന്നുകൂടി ശ്രദ്ധിക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ കുഞ്ഞിനെ എടുത്ത് താഴേക്ക് ചെല്ലുന്നു. തുടർന്ന് പ്രീതി കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനെ ഉമ്മകൾ കൊണ്ട് മൂടുകയാണ്. അതേസമയം കരഞ്ഞുകൊണ്ട് ശാലിനി താഴേക്ക് വരുമ്പോ, നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് ബാമ ശാലിനിയെ തല്ലാനായി കൈ ഓങ്ങുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടെ സുസ്മിത നിൽക്കുമ്പോ അർജുൻ പറയുകയാണ്, സത്യമ്മ, ആദ്യം നമ്മുടെ പ്രീതിയെ നോക്ക്, കണ്ടില്ലേ, അവളിപ്പോ എഴുന്നേറ്റ് നിൽക്കുന്നു. കൂടാതെ അവളുടെ കുഞ്ഞിനെ അവൾ തന്നെ എടുത്തിരിക്കുന്നത്. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ബാമ. എല്ലാവർക്കും പ്രീതിയെ കണ്ട് സന്തോഷമാകുന്നു. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ഇത് അറിയാതെ പറ്റിയതൊന്നുമല്ല, ഡോക്ടർ അബ്ദുൽ ഖാദർ പറഞ്ഞിട്ട് ഞങ്ങൾ കളിച്ച ഒരു നാടകമായിരുന്നു ഇത്. തുടർന്ന് ശാലിനി പറയുകയാണ്, പാർക്കുട്ടി അവിടെ നിന്നിരുന്നെങ്കിലും പാർക്കുട്ടിനെ ഞാൻ പുറകിൽ നിന്നും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന സത്യഭാമ വിഷമത്തോടെ ശാലിനിയെ നോക്കുകയാണ്. അതിനുശേഷം ശാലിനിയോട് പറയുകയാണ്, നിന്നെ അടിക്കാനായി ഓങ്ങിയ കൈയാണിത്. പക്ഷേ ഇപ്പോ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കവിളിൽ തലോടി ശാലിനിയുടെ നെറുകയിൽ ഉമ്മ വയ്ക്കുകയാണ് സത്യഭാമ. വിഷ്ണുവേട്ടാ, ഡോക്ടർ എവിടെയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഡോക്ടർ എപ്പോഴേ പോയി. ഡോക്ടറിന് അറിയാമായിരുന്നു ഈ നാടകത്തിലൂടെ പ്രീതി എന്താണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമെന്ന്. തുടർന്ന് സത്യഭാമ ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് പ്രീതിയെ ചേർത്ത് പിടിച്ച് ഭാമ പറയുകയാണ്, സത്യഭാമയുടെ ഏറ്റവും വലിയ സ്വത്തിനെയാ വിഷ്ണുവും ശാലിനിയും ചേർന്ന് തിരികെ തന്നത്. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്ന് കരുതിയ സ്വത്ത്. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സുസ്മിത. അങ്ങനെ ശാലിനി സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ സുസ്മിത വരികയാണ്. പിന്നീട് കാണിക്കുന്നത് പാറക്കുട്ടിയുടെ ചോറൂണ് ചടങ്ങ് നടക്കുന്നതാണ്. വിഷ്ണുവിന്റെയും ശാലിനിയുടെയും മടിയിലിരുത്തി കുഞ്ഞിന് എല്ലാവരും ചോറ് കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വസുമതി. ഇനി ആരെങ്കിലും ചോറ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വസുമതി പറയുകയാണ്, ഉണ്ടല്ലോ, കുഞ്ഞിന്റെ അമ്മാവനും അമ്മായിയും ഉണ്ട്. സാധാരണ കുഞ്ഞിന് ചോറൂണ് കൊടുക്കുമ്പോൾ അച്ഛന്റെയോ അമ്മാവന്റെയോ മടിയിലിരുത്തണമെന്നാണ്. ഇതിപ്പോ അമ്മാവന്റെ മടിയിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഇനി അമ്മാവനും അമ്മായിയും കൂടി ചോറൂണ് കൊടുത്താൽ ചടങ്ങ് പൂർത്തിയാകും. ഇത് കേൾക്കുന്ന വിഷ്ണുവും ശാലിനിയും വിഷമത്തോടെ കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ്. ശാരദാമ്മ തന്നെ കാണാൻ വന്നപ്പോ കുഞ്ഞിനെ ഒരിക്കൽ തനിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കാര്യമൊക്കെ ശാലിനി വിഷമത്തോടെ ഓർക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.